നമസ്കാരം. നമ്മളൊക്കെ എത്ര മുതിർന്നാലും ജീവിതത്തിൽ എവിടെയെല്ലാം എത്തിയാലും കുട്ടിക്കാലത്ത് കേട്ട കഥകൾ ഒരാവർത്തി കൂടി കേൾക്കാൻ, കുട്ടിക്കാലത്ത് കേട്ട പാട്ടുകൾ അത് ക്ലാസ് മുറിയിലോ എവിടെയോ ആവട്ടെ, അതൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ വല്ലാത്ത കൊതിയുള്ളവരാണ്. ഞാനിതിപ്പോൾ ഓർക്കാൻ കാരണം എൻ്റെ കയ്യിൽ ഒരു പുസ്തകം കിട്ടി. നല്ല കുട്ടിക്കവിതകൾ ഉൾക്കൊള്ളുന്ന ഒരു പുസ്തകം. ശ്രീമതി ഉമാ ത്രിദീപ് എന്ന എഴുത്തുകാരിയുടെ പുസ്തകമാണ്. ഇതാണ് പുസ്തകം. കരിയില വഴിയിലെ കലവിലകൾ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഉമാ ത്രിദീപിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണ് ഇത്. ഇതിനു മുമ്പ് ഒറ്റ വാക്ക്, പൂക്കാൻ നേരം ഇല്ലിക്കാട് പറഞ്ഞത് എന്നീ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. എന്നാൽ മറ്റ് രണ്ട് പുസ്തകങ്ങളിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നത് ഇത് ശരിക്കും കുട്ടികൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ള കവിതകളാണ്. വിദ്യാലയ കാലത്തെ ചില കാഴ്ചകളും വിദ്യാലയത്തിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ കാണുന്ന കാഴ്ചകളും നമ്മുടെ ഓർമ്മകളും മോഹങ്ങളും ഒക്കെ ഈ കവിതയിൽ വിഷയമായിട്ട് വരുന്നുണ്ട്. ഇതിലെ കവിതയുടെ ആശയത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, കാരണം അത് ഓരോരുത്തരുടെയും ആസ്വാദനശേഷി ഓരോ വിധമായിരിക്കും. എൻ്റെ ആസ്വാദനശേഷി ആയിരിക്കില്ല ഇത് കേൾക്കുന്ന മറ്റൊരാൾക്കുണ്ടാവുക. അപ്പോൾ തീർച്ചയായിട്ടും അത് വാങ്ങി വായിക്കുക തന്നെ വേണം, എങ്കിലേ നമുക്കത് ആസ്വദിക്കാൻ പറ്റൂ. നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന സമ്മാനമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്ത് വിധത്തിൽ അവർക്ക് സൂക്ഷിച്ചു വയ്ക്കാനോ ഒക്കെ കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു പുസ്തകമാണ് ഇത് എന്നുള്ളത് നിങ്ങളിത് വായിച്ചു കഴിയുമ്പോൾ ബോധ്യമാകും. ഇതിലെ ചിത്രങ്ങൾ അതീവ സുന്ദരമാണ്. കാരണം ഇതിൽ ഓരോ കവിതയ്ക്കുമൊപ്പം പേര് പോലെ കരിയിലയുടെ ചിത്രം കൂടി ഉണ്ട് എന്നുള്ളത് ശ്രദ്ധേയമാണ്. എല്ലാവരും ഈ പുസ്തകം വായിക്കാൻ ശ്രമിക്കുക. എഴുത്തുകാർക്ക് ഒരുപാട് പ്രോത്സാഹനം ലഭിക്കുന്ന കാലഘട്ടമാണിത്. പണ്ടൊക്കെ നമ്മൾ എന്തെങ്കിലും കുത്തിക്കുറിച്ച് ഏതെങ്കിലും മാസികയ്ക്ക് അയച്ചു കൊടുത്താൽ അത് ചവറ്റുകുട്ടയിൽ ഉപേക്ഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് തന്നെ ഇല്ലാതായി പോവുകയോ ഒക്കെ ചെയ്യുന്നൊരു കാലമാണ്. അതിൻ്റെ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. എഴുതാൻ താല്പര്യമുള്ളവർക്ക് എഴുതാനുള്ള പ്ലാറ്റ്ഫോം ധാരാളമുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി നിത്യവും എഴുതുന്ന എഴുത്തുകാരുണ്ട്. നല്ല നല്ല നോവലുകൾ, നല്ല നല്ല കഥകൾ, കവിതകൾ, അവരുടെ ജീവിത അനുഭവങ്ങൾ, ഇതൊക്കെ മനോഹരമായ സാഹിത്യഭാഷയിലൂടെ എഴുതുന്നവരുണ്ട്. അല്ലെങ്കിൽ തന്നെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന എഴുത്തുകാർക്ക് വേണ്ടുന്ന പ്രോത്സാഹനം, നിരവധി വായനശാലകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോത്സാഹനങ്ങൾ ലഭിക്കുന്നുണ്ട്. പുസ്തക ചർച്ചകൾക്ക് ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അങ്ങനെ എഴുത്തുകാർക്ക് നല്ല പ്രോത്സാഹനം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. അപ്പോൾ കുഞ്ഞുങ്ങളെ കൂടി അതിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരാൻ ഇതുപോലെയുള്ള കവിതകൾ, ബാലസാഹിത്യ കൃതികൾക്ക് കഴിയും. എന്തും നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ കുട്ടിക്കാലത്താണ്. അതുകൊണ്ടാണ് കുട്ടിക്കാലത്ത് 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിൽ പോലും നമ്മൾ പഠിച്ച പദ്യങ്ങളൊന്നും നമ്മൾ മറന്നു പോകാത്തത് അതുകൊണ്ടാണ്. അന്നൊക്കെ പദ്യം കാണാതെ പഠിക്കണം. അതൊന്നും നമ്മൾ ഇന്നും മറന്നിട്ടില്ല. കുമാരനാശാൻ്റെയോ വള്ളത്തോളിൻ്റെയോ ഉള്ളൂരിൻ്റെയോ ഒക്കെ കവിതകൾ കേട്ട് കഴിയുമ്പോൾ, നമ്മൾ പഠിച്ചിട്ടുള്ള കവിതകൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ പലപ്പോഴും ആ കൊച്ചു ക്ലാസ്സിലേക്കൊക്കെ ഓടി എത്താറുണ്ട് നമ്മുടെ മനസ്സ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കവിതാ പുസ്തകം നിങ്ങൾ വാങ്ങണം, വായിക്കണം. കരിയില വഴിയിലെ കലവിലകൾ എന്ന ഉമാ ത്രിദീപിൻ്റെ ബാലസാഹിത്യ കൃതി, കുട്ടിക്കവിതകൾ ഉൾക്കൊള്ളുന്ന പുസ്തകം തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക. അപ്പോൾ ഈ പുസ്തകത്തിനും എഴുത്തുകാരിക്കും വായിക്കുന്ന നിങ്ങൾക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.